ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 22ാം ഞായറാഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തിലെല്ലാവരും ഇന്ന് ഓട്ടത്തിലാണ്, മത്സര ഓട്ടത്തിലാണ്. എന്തിനു വേണ്ടിയാണ്? ഒന്നാമനാകണം, എവിടെയും വിജയിക്കണം, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റണം, താരമാകണം. ഇങ്ങനെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ മറ്റു പലരെയും ചവിട്ടിത്താഴ്ത്തി കുഴിയിലേക്ക് എറിഞ്ഞ് വലുതാകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിന് പറ്റിയ നല്ലൊരു സുവിശേഷ ഭാഗമാണ് കർത്താവ് ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 1-7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈ ഒരു വചന സന്ദേശമാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്. അതായത്, ഒരു ഫരീസേനായ ശിമയോൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോഴാണ് കർത്താവ്, അവിടെ എല്ലാവരും പ്രമുഖ സ്ഥാനം കൈയടക്കാൻ വേണ്ടി തലക്കിടിച്ച് കയറുന്നത് കണ്ടപ്പോൾ കർത്താവ് അതിഥിക്കും ആതിഥേയനും വേണ്ട ഉപദേശം നൽകുന്നത് ഉപമയുടെ രൂപത്തിലാണ്. അതിഥിയാവുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട സ്ഥാനം നമ്മളെടുക്കുക. ആദ്യം തന്നെ ഏറ്റവും മുമ്പിലത്തെ ബെഞ്ചിലോ കസേരയിലോ കയറിയിരുന്ന് കഴിയുമ്പോൾ മുന്തിയിനം വീഞ്ഞ് കിട്ടും, നല്ല സ്റ്റാൻഡേർഡ് ഭക്ഷണം കിട്ടും. പിൻസീറ്റിലാകുമ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല വീഞ്ഞിനും ഭക്ഷണ സാധനങ്ങളും. അപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ ഇരുന്ന് കഴിയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനം മാത്രം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ യോഗ്യനായ ഒരാൾ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിങ്ങൾ പിൻസീറ്റ് തിരഞ്ഞെടുക്കേണ്ടി വരും. അങ്ങനെ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുകയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തപ്പെടും. അപ്പോൾ കർത്താവ് പറയുന്നത്, നിനക്ക് കൊക്കിൽ കൊള്ളാവുന്നത് എടുക്കുക, അതിൽ സന്തോഷം അനുഭവിച്ച് ജീവിക്കുക. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. എന്താണ്? ഞാനൊരു പഴയ കഥ ഓർത്തു പോവുകയാണ്. ഒരിക്കലും ഒരിടത്തൊരു കൃഷിക്കാരനുണ്ടായിരുന്നു. അയാൾ ഒരു ആപ്പിൾ തോട്ടം നട്ടുപിടിപ്പിച്ചു. രാപകലതിൽ വർക്ക് ചെയ്തു. ആപ്പിള് ചെടികളെല്ലാം വൃക്ഷങ്ങളെല്ലാം വലുതായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നല്ല ആപ്പിളുകളുണ്ടായി. ഈ ആപ്പിളുകളൊക്കെ തന്നെ അയാൾ ഒരു കൊട്ടയിൽ ശേഖരിച്ചുകൊണ്ട് ചന്തയിലേക്ക് വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ആപ്പിളുകളുടെ കൂട്ടത്തിൽ നിറം കൊണ്ടും അതിൻ്റെ വലിപ്പം കൊണ്ടും ആകർഷകമായ 3 ആപ്പിളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇത് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ ഏറ്റവും മുകളിലായി, കൊട്ടയുടെ മുകളിലായി ഈ ആപ്പിളുകളെ വെച്ചിട്ട് അയാൾ ചന്തയിലേക്ക് നടക്കാൻ തുടങ്ങി. നടന്ന് അങ്ങനെ ചന്തയിലേക്ക് പോകുന്ന വഴിക്ക് മുകളിൽ ഏറ്റവും മുകളിലുള്ള ഈ 3 ആപ്പിളുകൾ തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായി. ആപ്പിളുകൾ സംസാരിക്കുന്ന കാലഘട്ടമാണെന്ന് ഓർക്കുക. ആദ്യത്തെ ആപ്പിൾ പറഞ്ഞു, ഹ ഹ ഹ ഹ ഹ, ഞാനാണ് ഈ കൊട്ടയിൽ വെച്ച് ഏറ്റവും നല്ല കൊഴുത്ത് മുഴുത്ത് പഴുത്ത് തൊടുത്ത് മെനുത്ത ആപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ചന്തയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ആളുകൾ എന്നെ വാങ്ങിക്കുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ അടുത്തിരിക്കുന്ന 2ാമത്തെ ആപ്പിളിന് കുരുപൊട്ടി. ആ ആപ്പിൾ പറഞ്ഞു, നീ വെറുതെ വായി തോന്നിയത് വിളിച്ചു പറ, വായി തോന്നിയത് കോതക്ക് പാട്ടുന്ന രീതിയിൽ വിളിച്ചു പറയല്ല. നീയല്ല, ഞാനാണ് ഈ കൊട്ടയിൽ വെച്ച് ഏറ്റവും നല്ല കൊഴുത്ത് മുഴുത്ത് പഴുത്ത് തൊടുത്ത് മെനുത്ത ആപ്പിൾ. അപ്പോൾ ചന്തയിൽ ചെന്ന് കഴിഞ്ഞാൽ നിന്നെയല്ല, ആളുകൾ ആദ്യം എന്നെ വാങ്ങിക്കൂ. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ 3ാമത്തെ ആപ്പിളിന് കുരുപൊട്ടി. ആ ആപ്പിൾ പറഞ്ഞു, കുറേ നേരമായാലോ നിങ്ങൾ തമ്മിൽ തല്ലി ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തിന് സമയം കളയുന്നു? യാതൊരു സംശയവുമില്ല, ഞാനാണ് ഈ കൊട്ടയിൽ വെച്ച് ഏറ്റവും നല്ല കൊഴുത്ത് മുഴുത്ത് പഴുത്ത് തൊടുത്ത് മെനുത്ത ആപ്പിൾ, നിങ്ങളല്ല. ഇതും കൂടി കേട്ടപ്പോൾ 3 പേർക്ക് മരിച്ചും കയറി. അവർ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 3 ആപ്പിളുകൾ തമ്മിൽ പൊരിഞ്ഞു ഇടിയായി. ഇത് പാവം കൃഷിക്കാരനുണ്ടോ അറിയുന്നു. കൃഷിക്കാരൻ നടന്ന് ചന്തയിൽ ചെന്ന് കൊട്ടയിറക്കി നിലത്ത് വെച്ചു. ആപ്പിളുകളെല്ലാം അടക്കി ഒതുക്കി വെച്ചു. ഏറ്റവും മുകളിലായി ഈ കൊഴുത്ത് മുഴുത്ത് പഴുത്ത് തുടുത്ത മിനുത്ത 3 ആപ്പിളുകൾ വെച്ചു. അരമണിക്കൂറിനുള്ളിൽ സകല ആപ്പിളുകളും വിറ്റ് തീർന്നു, ഈ 3 ആപ്പിളുകൾ ഒഴികെ. ഇതെന്ത് സംഭവിച്ചു? ഏറ്റവും കൂടുതൽ വില കിട്ടുമെന്ന് കരുതിയ ഈ 3 ആപ്പിളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അയാൾ കുനിഞ്ഞ് ആ 3 ആപ്പിളുകളെടുത്ത് കയ്യിൽ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മോന്തായമെല്ലാം ചളങ്ങി പുഴുങ്ങി വൃത്തികേടായിട്ടിരിക്കുന്നു.
കാരണം എന്താണ്? അവ തമ്മിൽ ഒത്തിരിയേറെ വഴക്ക് കൂട്ടി, ഇടിപിടിച്ചു, തർക്കിച്ചു. ഞാനാണ് വലുത്, ഞാനാണ് വലുത്, ഞാനാണ് വലുത്. അവസാനം സ്വന്തം മുഖം നഷ്ടപ്പെട്ടു, മുഖഛായ നഷ്ടപ്പെട്ടു, കുളിപ്പിച്ച് കൊച്ചില്ലാതായതുപോലെ. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമ്മളെല്ലാവരും ഉൾപ്പെട്ട് ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് പാർട്ടികളുണ്ട്, ഒരുപാട് സമുദായങ്ങളുണ്ട്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനാണ് വലുത്, ഞാനാണ് വലുത്, ഞാനാണ് വലുത്. കർത്താവിൻ്റെ വചനം ഓർക്കുക, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. താഴ്ന്ന നിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യൂ. താഴ്മതാൻ അഭ്യുന്നതി. എപ്പോഴും താഴ്ന്നു നിൽക്കുന്നതിൻ്റെ, എളിമയിലൂടെ ആയിരിക്കുന്നതിൻ്റെ സൗന്ദര്യം, ചെറുതാകുന്നതിൻ്റെ സൗന്ദര്യം. കർത്താവായ ഈശോയുടെ ജീവിതം തന്നെ ഈ ചെറുതാകലിൻ്റെ സൗന്ദര്യമാണ് നാം കാണുന്നത്. ഇവിടുത്തെ ഉപമയുടെ രണ്ടാമത്തെ ഭാഗത്ത് സദ്യ നൽകുന്നവർക്കുള്ള ആതിഥേയനുള്ള ഉപദേശം കൊടുക്കും. നീ സദ്യ നൽകുമ്പോൾ തിരിച്ചെന്തെങ്കിലും തരാൻ കഴിവുള്ളവരെയല്ല നീ വിളിക്കേണ്ടത്. നിനക്കൊന്നും തരാനില്ലാത്ത ഒരുപാട് മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അംഗവിഹീനർ എന്നൊക്കെ പറയാം. പല രീതിയിൽ അംഗവിഹീനത അനുഭവിക്കുന്നവർ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും. അതായത് ദൈവത്തിൻ്റെ സ്വന്തം കൂട്ടുകാർ. അവർക്ക് തിരിച്ചു തരാനൊന്നുമില്ല, അവർ അവഗണിക്കപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ കർത്താവ് പറയുന്നത്, ഈ സദ്യ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. സദ്യയിൽ നമ്മൾ ഏറ്റവും നല്ല വിഭവങ്ങൾ വിളമ്പുന്നത്, ആ ഏറ്റവും നല്ല വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകളും സാധ്യതകളും ഒക്കെയാണ്. ഇത് തിരിച്ച് നമുക്കൊന്നും നൽകാനില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.